ബഹ്റൈനിൽ സിസേറിയൻ ചെയ്യുന്നതിൽ പിഴവ് സംഭവിച്ചതുമൂലം നവജാത ശിശുവിന് അംഗവൈകല്യം. സംഭവത്തിൽ സ്വകാര്യ ആശുപത്രിക്കും ഡോക്ടർക്കും പിഴ ചുമത്തി കോടതി. ഹൈ സിവിൽ അപ്പീൽ കോടതിയാണ് 60,000 ദിർഹം പിഴ ചുമത്തിക്കൊണ്ട് ഉത്തരവിറക്കിയത്. പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞിന്റെ തലച്ചോറിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ഇതോടെ 90% ആജീവനാന്ത അംഗവൈകല്യം ഉണ്ടാവുകയുമായിരുന്നു. യുവതിയുടെ പ്രസവ സമയത്ത് സിസേറിയൻ ആവശ്യമായി വന്നിട്ടും കുഞ്ഞിനെ പുറത്തെടുക്കാൻ ഡോക്ടർ സക്ഷൻ ഉപകരണം ഉപയോഗിച്ചതാണ് കാരണം. കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ കുഞ്ഞ് കരയുകയോ ഓക്സിജൻ എടുക്കാനോ സാധിച്ചിരുന്നില്ല. ഹാർട്ട് റേറ്റും കുറവായിരുന്നതിനാൽ കുഞ്ഞിനെ ഉടൻ തന്നെ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലേക്ക് മാറ്റി. അവിടെ അത്യാഹിത നിലയിൽ 40 ദിവസത്തോളം കഴിയേണ്ടി വന്നു. സംഭവത്തിൽ ആവശ്യമായ മെഡിക്കൽ രീതികൾ കൃത്യമായി പാലിക്കപ്പെട്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നുള്ള വിദഗ്ധരോട് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഡോക്ടറുടെ ഭാഗത്താണ് പിഴകൾ സംഭവിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു.